Welcome back again. ഇന്നത്തെ സ്ലൈഡ് നോക്കൂ. റിസ്ക് കൺട്രോൾ മെഷേഴ്സ്. റിസ്കിനെ നിയന്ത്രിക്കാനുള്ള മെഷേഴ്സുകൾ ഏതാണ് നിയന്ത്രണത്തിന് ഉപയോഗിക്കുന്ന സംവിധാനങ്ങൾ എന്തെല്ലാം എന്നുള്ളതാണ് റിസ്ക് കൺട്രോൾ മെഷേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിസ്ക് കൺട്രോൾ മെഷേഴ്സ് ആർ ആക്ഷൻസ് taken by an employer to limit the risk of a hazardous incident occurring within or around the work environment. They are a basic legal requirement of modern occupational health and safety regulations. Different hierarchies of prevention and control measures have been developed by different institutions. OSHA's 18001 hierarchy can be seen as a typical system as presented by Boyle. ഇപ്പോൾ നോക്കിക്കോളൂ, ഇന്നത്തെ റിസ്ക് കൺട്രോൾ മെഷേഴ്സ് എന്താ പറയുന്നത്? റിസ്ക് കൺട്രോൾ മെഷേഴ്സ് ആർ ആക്ഷൻ ടേക്കൺ. നമ്മൾ എടുക്കുന്ന പ്രവർത്തനം എന്തിനു വേണ്ടിയിട്ട്? ബൈ ആൻ എംപ്ലോയർ. ഒരു എംപ്ലോയർ നേരിട്ട് എടുക്കില്ല, അയാൾ നിയോഗിച്ച സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിലെ പേഴ്സൺ ആണ് അത് ചെയ്യുന്നത്. ഓൺ ബിഹാഫ് ഓഫ് എംപ്ലോയർ യു ആർ ഗോയിങ് ടു ഡു ഇറ്റ് ടു ലിമിറ്റ് ദ റിസ്ക്. അവിടെ ഉണ്ടാകുന്ന അപകടങ്ങളെ എന്ത് ചെയ്യുക? ലിമിറ്റ് ചെയ്യുക. എന്താണ്? നമ്മളുടെ പരിധിക്കുള്ളിൽ വരുത്തുക. നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് പുറത്തേക്ക് പോകാൻ പാടില്ല. നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ അതിനെ ഒതുക്കി നിർത്തുക. ഹസാർഡസ് ഇൻസിഡന്റ് occurring within or around the workplace. അവരുടെ വർക്ക് പ്ലേസിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ വർക്ക് പ്ലേസിൻ്റെ പുറത്തേക്ക് നേടാം. കാരണം അടുത്തുള്ള പബ്ലിക്കിനോ കാര്യങ്ങൾക്കൊക്കെ ബാധകമാവാം അത്. ഓക്കെ, അപ്പം അകത്തും പുറത്തുമായിട്ട് ബാധിക്കാതെ അതിനെ എന്ത് ചെയ്യുന്ന സുരക്ഷിതമായ ഒരു നിയന്ത്രണ പരിധിക്കുള്ളിൽ വെക്കുന്ന പ്രവർത്തനത്തെയാണ് റിസ്ക് കൺട്രോൾ മെഷർ എന്ന് പറയുന്നത്. പക്ഷെ ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, നമ്മളുടെ ഇതാണ് രാജ്യത്തിൻ്റെ ഒരു ലീഗൽ റിക്വയർമെന്റ്. രാജ്യത്തിൻ്റെ നിയമവും പറയുന്നുണ്ട്, നിങ്ങൾ എന്തൊരു പ്രവർത്തനം ചെയ്തു കഴിഞ്ഞാലും അത് ആർക്കും ബാധകം പാടില്ല. പബ്ലിക്കിനോ അതിലെ തൊഴിലാളികൾക്കോ അല്ലെങ്കിൽ ഭൂമിക്ക് ഒന്നും ബാധകമാവാത്ത രീതിയിലായിരിക്കണം നിങ്ങളുടെ ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. ആ ലീഗൽ റിക്വയർമെന്റ് ഓക്കെ മോഡേൺ സേഫ്റ്റി ഒക്യുപ്പേഷണൽ സേഫ്റ്റിയിൽ കൃത്യമായിട്ടത് പറയുന്നുണ്ട്. പിന്നെ ഡിഫറെൻറ്റ് ഹെറാർക്കീസ് ഓഫ് പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ മെഷേഴ്സ് ഹാവ് ബീൻ ഡെവലപ്ഡ് ബൈ ഡിഫറെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇപ്പം അനവധി ഇൻസ്റ്റിറ്റ്യൂഷൻ പല കോണ്ടിനെൻറ്റിൽ പല രീതിയിലായിട്ട് ഇതിൻ്റെ മെത്തേഡുകളും കാര്യങ്ങളും വരുന്നുണ്ട്. എല്ലായിടത്തും ഒരുപോലെയല്ല. പക്ഷേ ഓഷ 18001 പ്രകാരമുള്ള ഹെറാർക്കി ഓഫ് ഹസാർഡ് കൺട്രോളിൻ്റെതാണ് ടിപ്പിക്കലായിട്ട് നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അത് ബോയ്ലി പ്രസൻറ്റ് ചെയ്ത് അതാണ് നിങ്ങൾക്ക് ഇന്നിപ്പോൾ ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പം ഹെറാർക്കി ഓഫ് കൺട്രോൾ നേരത്തെ പറഞ്ഞ അത് തന്നെയാണ് ഹസാർഡ് കൺട്രോളിൻ്റെ. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു, അത് തന്നെയാണ് റിസ്ക് കൺട്രോൾ മെഷറായിട്ട് വരുന്നത്. അതിൽ 5 വരുന്നത്. ഒന്ന് എലിമിനേഷൻ, സബ്സ്റ്റിറ്റ്യൂഷൻ, എഞ്ചിനീയറിംഗ് കൺട്രോൾ, അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ആൻഡ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്വിപ്മെന്റ് അല്ലെങ്കിൽ പേഴ്സണൽ പ്രൊട്ടക്ഷൻ. അതാണ് ആദ്യം. എന്താണ് എലിമിനേഷൻ? അവോയ്ഡൻസ്, ഒഴിവാക്കുക. സബ്സ്റ്റിറ്റ്യൂഷൻ, പകരം വെക്കുക. എഞ്ചിനീയറിംഗ് കൺട്രോൾ, ശാസ്ത്രീയത ഉപയോഗിക്കുക. അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ, അഡ്മിനിസ്ട്രേഷൻ എന്താണ്? നിയന്ത്രണം, മനുഷ്യന്റെ മാനേജ്മെന്റ് കൺട്രോളിൽ നിർത്തുക. ഓക്കെ. അടുത്തത് പേഴ്സണൽ പ്രൊട്ടക്ഷനിലെ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ്, തൊഴിലാളികൾക്ക് ആ അപകടം ശരീരത്തിലേൽക്കാതെ അവന് ഒരു കവചത്താൽ സംരക്ഷിക്കപ്പെടുക. ഇത്രയും 5 പ്രശ്നങ്ങളാണ് ഇതിൽ വരുന്നത്. അപ്പം റിസ്ക് കൺട്രോൾ മെഷേഴ്സിന് സെയിം ഹസാർഡ് കൺട്രോൾ മെഷേഴ്സ് തന്നെയാണ് ഇവിടെ ഇത് ഉപയോഗിക്കുന്നത്. ഓക്കെ, നോക്കിക്കോളൂ. ഹസാർഡ് കൺട്രോൾ മെഷേഴ്സ്, റിസ്ക് കൺട്രോൾ മെഷേഴ്സ്, ആക്സിഡന്റ് കൺട്രോൾ മെഷേഴ്സ് ഒക്കെ അനവധിയാണ്. നമുക്ക് 5E പ്രിൻസിപ്പിൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതും 5 E അല്ല, പക്ഷെ 5 പ്രിൻസിപ്പിളാണ്. ഓക്കെ, CAP ആണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള അതൊന്നും മറവ് കൃത്യമായിട്ട് അതിന് മുമ്പേ ഉള്ള എവിടെയാണ് ഈ 5 മെത്തേഡ് ഉപയോഗിക്കുന്നത്?
അത് കഴിഞ്ഞ് അടുത്ത റിസ്ക് ഹസാർഡ് കൺട്രോൾ എന്താണ് ഉപയോഗിക്കുന്നത്, റിസ്ക് കൺട്രോൾ എന്താണ് ഉപയോഗിക്കുന്നത്, അതൊക്കെ കൃത്യമായിട്ട് ഓർമ്മ വെക്കണം. എവിടെയെങ്കിലുമൊക്കെ പിന്നെ ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ ഇതൊരു വലിയ ചോദ്യമായിട്ട് വരാവുന്ന. അടുത്ത സ്ലൈഡ് നോക്കുക. ഓക്കെ, അതിൻ്റെ ഒരു പിറ്റോഗ്രാം പ്രസൻറ്റേഷനാണ് ഞാൻ തന്നിരിക്കുന്നത്. വാട്ട് ആർ റിസ്ക് കൺട്രോൾ മെഷേഴ്സ് ചോദ്യം പോലെ ഇതിൽ നിങ്ങൾക്ക് ഓർമ്മിച്ച് വെക്കാം. 5 എണ്ണം പറഞ്ഞത് നോക്കിയാൽ 5 എണ്ണം അല്ല 6 ആയിട്ടാണ് അതിനെ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡിഫറെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡിഫറെൻറ്റ് രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേറൊരു പ്രസൻറ്റേഷൻ നിങ്ങളെ കാണിച്ചു എന്നുള്ളതാണ്. ഓക്കെ, ആദ്യത്തേതാണ് എലിമിനേഷൻ, രണ്ടാമത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, മൂന്നാമത്തെ ഐസൊലേറ്റ് ചെയ്യുക, അല്ലാതെ എഞ്ചിനീയറിംഗ് കൺട്രോള്, അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോള്, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്, ഈ 5 എണ്ണം. ഓക്കെ, അല്ല ഇതിൽ നിങ്ങൾക്ക് 6 എണ്ണം. അതിൽ നോക്കിക്കോളൂ, എലിമിനേറ്റ് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഐസൊലേറ്റ് ചെയ്യുക. ഇതൊരു ബേസിക് റിക്വയർമെൻ്റ് ആണ്. ഐസൊലേഷൻ്റെ മുമ്പ് ഞാൻ പറഞ്ഞു തന്നാണ്. അപ്പം ഈ 3 ഇത് കൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പം ഓരോന്നും എങ്ങനെയാണ് എന്നുള്ളത് വ്യക്തമായിട്ട് പിന്നീട് നിങ്ങൾക്ക് ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞു തരുന്നു. അതിൽ മോസ്റ്റ് പ്രിഫേർഡും ലീസ്റ്റ് പ്രിഫേർഡും 2 എണ്ണം ഉണ്ട്. ഓക്കെ, ആദ്യത്തെ 3 എണ്ണമാണ്. അതില്ലെങ്കിൽ ആദ്യത്തെ ഏതാണ് 3 എണ്ണം, ആദ്യത്തെ 5 എണ്ണമാണ് ഇത് മോസ്റ്റ് പ്രിഫേർഡ് ആയിട്ട് വരുന്നത്. ഓക്കെ, ലാസ്റ്റിലാണ് ഇത് വരുന്നത് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ് വരുള്ളൂ. ഓക്കെ, ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ് ഉപയോഗിക്കൂ. അല്ലാതെ ആദ്യത്തേതൊന്നും എഞ്ചിനീയറിംഗ് കൺട്രോളും അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോളും ഒന്നുമില്ലാതെ നേരിട്ട് കയറിയിട്ട് ഒരു കാരണവശാലും പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റിലേക്ക് വരാൻ പാടുള്ളതല്ല. ഓക്കെ, ആദ്യം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്, അതാണ് നമ്പർ 1. ഓക്കെ, നമ്പർ 2, നമ്പർ 3 ഓരോന്നായിട്ട്. ഇത് ബെസ്റ്റ് മെത്തേഡ് എന്താണ്? എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളത്, പൂർണ്ണമായിട്ടും അത് ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അത് പോസിബിൾ അല്ലെങ്കിൽ എടുക്കുന്നതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, പിന്നെയോ സബ്സ്റ്റിറ്റ്യൂഷനും പോസിബിൾ അല്ല, എലിമിനേറ്റും ചെയ്തതല്ല. അപ്പം എന്താണ്? ഹസാർഡിനെ ഐസൊലേറ്റ് ചെയ്യാൻ നോക്കുക. ഹസാർഡ് അവിടെ ഉണ്ട്, അതിനെ ഐസൊലേറ്റ് ചെയ്യാൻ നോക്കുക. പിന്നെ എന്താണ്? എഞ്ചിനീയറിംഗ് കൺട്രോൾസ് ഉപയോഗിച്ച് അതിന് നിയന്ത്രണ പരിധി കൊണ്ടുവരിക. പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ എന്ന് വെച്ചാൽ മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ കൂടെ സൂപ്പർവൈഷൻ ചെയ്യുക, ടൈം ഷിഫ്റ്റ് ചെയ്യുക, പിന്നെ അവിടെയുള്ള ഹസാർഡുകളിലെ സമയാസമയങ്ങളിൽ മോണിറ്റർ ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ലെവൽ അനുസരിച്ച് ചെയ്യുക. എന്തെങ്കിലും അളവ് കൂടിയിട്ടുണ്ട് ഉടനെ തന്നെ എന്ത് ചെയ്യാണ്? പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്ത് ഇവാക്യുവേറ്റ് ചെയ്ത് സേഫസ്റ്റ് കണ്ടീഷൻ കൊണ്ടുവന്നതിന് ശേഷം മാത്രമേ പിന്നെ ജോലിയിലേക്ക് പഴിക്കുക. ഇതൊക്കെ എന്തിലാണ് വരുന്നത്? അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോളാണ്. പിന്നെ PP അതും അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ തന്നെയാണ്. ഏതാണ്? തൊഴിലാളികൾക്ക് അപകടം പറ്റിക്കഴിഞ്ഞാൽ അപകടത്തിൻ്റെ ഏതാണ് ആഘാതം കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ ശരീരത്തിൻ്റെ മുകളിൽ കവചത്തെ ഏർപ്പാട് ചെയ്യുക. അതാണ്, അതും അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ. കാരണം എന്താ? അവർക്ക് സൂട്ടബിളായിട്ട് സെലക്ട് ചെയ്യണം, അത് കൊടുക്കണം, അത് കൊടുത്താൽ മാത്രം പോരാ, അവരത് ധരിച്ചു എന്ന് എൻഷുർ ചെയ്യണം. അങ്ങനെ അനവധി ഇതുണ്ട്. അപ്പം ഇതാണ് ഇത് 6 വിധത്തിൽ നമുക്ക് കൺട്രോൾസ് ചെയ്യാം. നിങ്ങൾക്ക് 5 പറഞ്ഞു കഴിഞ്ഞാലും 6 മെത്തേഡ് ഉണ്ട്. അപ്പം വേറൊരു മെത്തേഡാണ് ഞാൻ പ്രസൻറ്റ് ചെയ്ത് നേരത്തെ ബോയിലിയുടെ 5. അതാണ് ബോയിലിയാണ് കോമൺലി നമ്മൾ പിന്നെ പഠിപ്പിക്കാനും കാര്യങ്ങൾക്കും ഒക്കെ പിന്നെ പ്രസൻറ്റ് ചെയ്യാൻ അത് ഉപയോഗിക്കുന്നത്. പക്ഷേ ഡിഫറെൻറ്റ് അനവധി കാരണം എന്താണ്? കെമിക്കൽ, ഓയിൽ, ഗ്യാസ് കാര്യങ്ങളിലപ്പം അതിൻ്റെ തീവ്രത അനുസരിച്ചായിരിക്കും നമ്മൾ പല മെത്തേഡുകളും ഉപയോഗിക്കുന്നത്. ഓരോന്നായിട്ട് ഞാൻ കാണിക്കാം. ഇപ്പം കാണിച്ചിരിക്കുന്നത് ഏതാണ്? എലിമിനേറ്റ് ദ ഹസാർഡ്. എലിമിനേഷൻ അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യാനുള്ള ഇതാണ് കാണിച്ചിരുന്നത്. എലിമിനേഷൻ ഓഫ് ദ ഹസാർഡ് ഈസ് നോട്ട് ഓൾവേസ് അച്ചീവബിൾ. ഈ എലിമിനേഷൻ എപ്പോഴും സാധ്യമാകുന്ന ഒരു കാര്യമല്ല. ദോ ഇറ്റ് ഡസ് ടോട്ടലി റിമൂവ് ദ ഹസാർഡ്. ഇതെന്താണ്? അത് ടോട്ടലി ഹസാർഡിനെ റിമൂവ് ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിളാണ് അല്ലെങ്കിൽ മെത്തേഡാണ്. ആൻഡ് thereby eliminate the risk of exposure. അതുകൊണ്ട് എന്താണ്? അവിടെ നിൽക്കുന്ന തൊഴിലാളികൾക്ക് ഇതുകൊണ്ട് യാതൊരുവിധ പ്രശ്നങ്ങളും സൃഷ്ടിക്കപ്പെടുന്നില്ല. ഈ എലിമിനേഷനാണ് പോസിബിൾ ആയതെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ചത് പോസിബിൾ ആവണം. An example of this would be that petrol station attendants are no longer exposed to the risk of chronic lead poisoning following the removal of
lid from petrol product sold at forecourts. അപ്പം നോക്കിക്കോളൂ, പണ്ട് പെട്രോൾ പമ്പിലൊക്കെ വർക്ക് ചെയ്യുന്ന തൊഴിലാളികൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അവിടുന്ന് വാഹനത്തിലേക്ക് അടിച്ചിരുന്നത് അവരവിടെ നിന്നുകൊണ്ട് എന്താണ് അതിൻ്റെ ഫ്യൂംസ്, പെട്രോൾ എങ്ങനെയായാലും കുറച്ച് ബാഷ്പാവും, അത് അവൻ ശ്വസിക്കുന്നു, അതിൻ്റെ ഫ്യൂംസ് ശ്വസിക്കുക, അതിലെന്താണ് ലിഡ് കണ്ടന്റ് ഉണ്ടായിരുന്നത്. ആ ലിഡ് കണ്ടന്റ് ആണ് പിന്നെ അതിലുള്ള തൊഴിലാളികൾക്കൊക്കെ എന്ത് ചെയ്തത്, ന്യൂമോകോണിയോസ് അല്ലെങ്കിൽ ഏതാണ് ലെൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസസ് അല്ലെങ്കിൽ ഇല്ല ഹെൽത്ത് കണ്ടീഷൻസ് വരാൻ തുടങ്ങിയത്. അതിനുശേഷമാണ് പിന്നെ എന്താണ് സയൻസ് ഈ ലിഡ് പിന്നെ എന്താണ് കുറേ കാലങ്ങൾക്ക് ശേഷമാണ് അത് കണ്ടുപിടിച്ചത്. ലിഡാണ് ഇവർക്ക് ഉണ്ടാക്കുന്നത്, ഈ ഇതിൽ ഹാൻഡിൽ ചെയ്യുന്നവർക്ക്. ഉടനെ തന്നെ അടുത്ത ഒരു സയൻറ്റിഫിക് മെത്തേഡ് അല്ലെങ്കിൽ മെഷീനറിയിൽ അല്ലെങ്കിൽ തത്വം ഉപയോഗിച്ച് എന്ത് ചെയ്തു, വിൽക്കാൻ വരുന്ന പെട്രോളിന് ലിഡിനെ എന്ത് ചെയ്യുന്നു, റിമൂവ് ചെയ്ത് ലിഡ്ലെസ് പെട്രോള് പ്രൊഡക്റ്റ് ഇപ്പം നമുക്ക് പമ്പിൽ നിന്നൊക്കെ കിട്ടുന്നതാണ്. അതോടെ എന്താണ് അതിൻ്റെ ലിഡ് പോയ്സണിങ് എന്ന പ്രോബ്ലം. അപ്പം അതൊരു എലിമിനേഷൻ മെത്തേഡാണ്. ഇങ്ങനെ അപകടങ്ങളെ കണ്ടിട്ട് ആ അപകടം ഇല്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നതിനാണ് എലിമിനേഷൻ എന്ന് പറയുന്നത്. അടുത്ത ഇതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ദ ഹസാർഡ്, പകരം വെക്കുക. അപ്പം നിങ്ങൾക്ക് സുരക്ഷിതമായ ഒരു സാധനം ഇല്ല, അപകടം പിടിച്ചതാണ്. ഞാൻ നേരത്തെ പെട്രോൾ പറഞ്ഞല്ലോ ലിഡുള്ളതാണ്. അപ്പം എന്ത് ചെയ്യുക, അതിന് പകരമായിട്ട് വേറൊരു മെറ്റീരിയലിനെ ഉപയോഗിക്കുക. അതിനെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്ന് പറയുന്നത്. സബ്സ്റ്റിറ്റ്യൂഷൻ പല വിധത്തിലുണ്ട്. Substitute the hazard may not remove all the hazards associated with the process or activity. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായും ഹസാർഡിനെ റിമൂവ് ചെയ്യുന്നില്ല. ഓക്കെ, ആ പ്രോസസ്സിൽ നിലനിൽക്കുന്ന ഹസാർഡുകൾ പൂർണ്ണമായും നിലനില്ല. ഓർ ആക്ടിവിറ്റി ഓർ മേ ഇൻട്രൊഡ്യൂസ് ഡിഫറെൻറ്റ് ഹസാർഡ് ബട്ട് ദ ഓവറോൾ ഹാം ഓർ ഹെൽത്ത് എഫക്റ്റ് വിൽ ബി ലെസൺ. അപ്പോൾ നിങ്ങൾ ഒരു സാധനം മാറ്റി പകരം ഉപയോഗിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, അത് പൂർണ്ണമായും ഹസാർഡ് ഫ്രീ എന്ന് പറയാൻ പറ്റില്ല, അതിൻ്റേതായ ചെറിയ പ്രശ്നം അവിടെ ഉണ്ടാവും. എന്നിരുന്നാലും പഴയതിനെക്കാട്ടും കുറവായിരിക്കും. എഫക്റ്റ് വിൽ ബി ലെസൺ. ഇൻ ലാബറട്ടറി റിസർച്ച്, ഉദാഹരണമാണ് ഇൻ ലാബറട്ടറി റിസർച്ച് ടോളിൻ ഈസ് നൗ ഓഫൺ യൂസ്ഡ് ആസ് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ബെൻസിൻ. ഓക്കെ, ഇന്നിപ്പോൾ എന്താണ് ബെൻസിൻ എന്ന് പറയുന്നതിന് ലാബിൽ എന്ത് ചെയ്യുന്നു, ടോളിൻ എന്നുള്ള ഒരു സൊല്യൂഷനാണ് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ദ സോൾവെന്റ് പ്രോപ്പർട്ടീസ് ഓഫ് ടു ആർ സിമിലർ ബട്ട് ടോളിൻ ഈസ് ലെസ് ടോക്സിക് ആൻഡ് ഈസ് നോട്ട് കാറ്റഗറൈസ്ഡ് ആസ് കാർസിനോജിൻ ആൾദോ ടോളിൻ ക്യാൻ കോസ് സിവിയർ ന്യൂറോളജിക്കൽ ഹാം. ഇവിടെ നോക്കിക്കോളൂ, ബെൻസിന് പകരം ടോളിൻസ് ഉപയോഗിക്കുന്നു. പക്ഷെ എന്താണ്, ടോളൻസിൻ്റെ തീവ്രത കുറവാണ്. പക്ഷെ വേറൊരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ലെസ് ടോക്സിക് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബെൻസിൻ എന്നുള്ളത് കാർസിനോജിനാണ്. കാർസിനോജിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ശരീരത്തിൽ ക്യാൻസർ അസുഖം വരാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് ബെൻസിന്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഈ ക്യാൻസർ എന്നുള്ളത് ഭയങ്കര തീവ്രമായതായതുകൊണ്ട് എന്താണ് സെല്ലുകളെ, ജീവനുള്ള സെല്ലുകളെ നശിപ്പിക്കുകയാണ്. അതുകൊണ്ട് അതിന് പകരമായി ടോളിൻ. പക്ഷെ എന്താണ്, ടോളിൻ ഉപയോഗിച്ചാൽ ക്യാൻസർ ഇല്ല, പക്ഷെ എന്താണ് ന്യൂറോളജിക്കൽ പ്രോബ്ലം, ഞരമ്പ് സംബന്ധമായ ചില പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ എന്താണ്, ഒന്ന് മാറ്റി കഴിഞ്ഞാലും അടുത്ത് അതിൻ്റേതായ ചില ഇതുണ്ട്. പക്ഷെ എന്താണ്, അതിൻ്റെ ആ തീവ്രത കുറയ്ക്കുക എന്നത് മാത്രമാണ് എന്തുകൊണ്ട് ഉപയോഗിക്കുന്നത്, ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കൊണ്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഞാൻ നേരത്തെ ഒരു സിമ്പിളായിട്ട് പറഞ്ഞു തന്നു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്നുള്ളത്. പൊടി രൂപത്തിലുള്ളതിന് എന്താണ് പെല്ലറ്റ് രൂപത്തിലേക്കാക്കുക അല്ലെങ്കിൽ കേക്ക് രൂപത്തിലേക്ക്. അതുകൊണ്ട് എന്താണ്, പൊടി വാരുമ്പോൾ മേലോട്ട് ഉയർന്നിട്ട് അത് പിന്നെ ശ്വസനത്തിൽ കൂടെ ലെൻസ് കടക്കാം. ഓക്കെ, അല്ലെങ്കിലോ നിങ്ങൾ വാരുന്ന കൂട്ടത്തിൽ നഖത്തിൻ്റെ ഇടയ്ക്കൊക്കെ ആയി പൂർണ്ണമായിട്ടും പോയിട്ടില്ല, അതിൽ പറ്റിപ്പിടിച്ചിരിക്കാം. പിന്നെ നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഒക്കെ പിന്നെ ഇതാക്കാം, സ്കിന്നിൻ്റെ ഉള്ളിൽ കൂടെ ഇത് ചെയ്യാം. പക്ഷെ എന്താണ്, അത് പെല്ലറ്റ് രൂപത്തിലോ കേക്ക് രൂപത്തിലോ ആകുമ്പോൾ എന്താണ് പറ്റിപ്പിടിക്കൽ എന്നുള്ള ആ പ്രോസസ്സ് പോകുന്നത്. പക്ഷെ അതിൻ്റെ അപകടം അവിടെ ഉണ്ട് എന്നിരുന്നാലും. അപ്പോൾ ഇതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊണ്ട് ഉദ്ദേശിച്ചത്. അടുത്ത സ്ലൈഡ് നോക്കൂ, ഐസൊലേറ്റ് ദ ഹസാർഡ്.
ഓക്കെ, ഐസൊലേറ്റ് ചെയ്യുന്ന വെച്ചാൽ എന്താ? അതിനെ വേർതിരിച്ച് കളയുക, അതിനെ ബന്ധപ്പെടാത്ത രീതിയിൽ പ്രത്യേകമായിട്ട് മാറ്റി നിർത്തുന്നതിനെയാണ് ഐസൊലേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ ഐസൊലേഷൻ വാർഡ് എന്നൊക്കെ കേട്ടിരിക്കുന്നു. നിങ്ങളുടെ ചിക്കൻ പോക്സ് കാര്യങ്ങൾ ഇങ്ങനെയുള്ള അസുഖങ്ങൾ, സാംക്രമിക രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ ഐസൊലേഷൻ വാർഡിലാണ്, മറ്റവരൊന്നും കടക്കാതെ ആ രോഗികൾക്ക് മാത്രമായിട്ട് ഉപയോഗിക്കുന്നതാണ് ഐസൊലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകമായി മാറ്റി നിർത്തുന്നതിനെയാണ് ഐസൊലേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ, മറ്റുള്ള ബന്ധങ്ങളില്ലാതെ. Isolating the hazard is achieved by restricting access to the plant and equipment, or in the case of substance, locking them away under strict control. Isolate എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ആ ഹസാർഡസ് പ്ലാന്റിൻ്റെ അകത്തേക്ക് അതിൽ ഓപ്പറേറ്റ് ചെയ്യുന്നവരല്ലാതെ വേറൊരാൾ ഒരു കാരണവശാലെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ റെസ്ട്രിക്റ്റഡ്, എന്തെങ്കിലും കാരണത്തിൽ പോകണമെന്നുണ്ടെങ്കിലും വളരെ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് വളരെ കുറഞ്ഞ സമയത്ത് മാത്രമേ അതിൻ്റെ ഉള്ളിൽ പ്രവേശനം അനുവദിക്കാവൂ. ഇങ്ങനെയുള്ള പ്ലാന്റ് എക്യുപ്മെൻ്റ് ഒക്കെ ചെയ്യുമ്പോൾ അതിന് സെപ്പറേറ്റ് ആയിട്ട് കവചങ്ങളിൽ അല്ലെങ്കിൽ ഒരു കമ്പാർട്ട്മെൻറ്റിൽ ഫ്രീ ആയിട്ട് ഇതിൽ വെക്കുക. ഓക്കെ, അണ്ടർ സ്ട്രിക്റ്റ് കൺട്രോൾസ്, നിയന്ത്രണത്തിന് വിധേയമായി. When using certain chemical, then a fume cupboard can isolate the hazard from the person. ഇപ്പം കെമിക്കലോ കാര്യങ്ങളോ ഒക്കെ വെക്കുമ്പോൾ എന്താണ്? അതിനെ ഫ്യൂം ഹസാർഡ് ഫ്രീ ആകുന്നുള്ള കബോർഡുകളിലും കാര്യങ്ങളിലും ഒക്കെ. Similarly, placing noisy equipment in a non-accessible enclosure or room isolates the hazard from the persons. അതുകൊണ്ട് എന്ത് ചെയ്യാണ്? നോയ്സ് ഉണ്ടാക്കുന്ന ഉപകരണങ്ങളൊക്കെ എന്താണ്? നോയ്സ് പ്രൂഫ് ആയിട്ടുള്ള അതിൻ്റെ കവചങ്ങൾ അല്ലെങ്കിൽ പെട്ടിക്കകത്ത് വെക്കുക. നിങ്ങൾ കാരണം ഇന്നത്തെ പണ്ടത്തെ ജനറേറ്റർ എന്താണ്? വീട്ടിൽ കൊണ്ടിരുന്ന കല്യാണപ്പുരയിലൊക്കെ എന്താണ്? എപ്പോഴും നോയ്സ്, അടുത്തിരിക്കുന്ന ചുറ്റുവട്ടത്തും ഇരിക്കാൻ പറ്റില്ല. ഇന്നിപ്പോൾ എന്താണ്? നോയ്സ് ഫ്രീ ആയിട്ടുള്ള സൗണ്ട് പ്രൂഫ് എൻകേസിങ്ങിൻ്റെ ഉള്ളിലാണ് ജനറേറ്റർ വരുന്നത്. ജനറേറ്ററിൻ്റെ ഒച്ച തീരെ കേൾക്കില്ല, വളരെ സൈലൻസ് ആയിട്ടായിരിക്കും. അതുപോലെ അതിൻ്റെ ഉള്ളിൽ പ്രത്യേകമായിട്ട് ഐസൊലേറ്റ് ചെയ്ത് വെക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്. പക്ഷേ ഐസൊലേഷനിൽ വേറെ ചിന്തിക്കേണ്ടത്, ഒരു പേഴ്സൺ എലോൺ ആണെങ്കിൽ, ലോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് വർക്ക് ചെയ്യുന്ന കണ്ടീഷനിൽ വലിയ പ്രശ്നമാണ്. കാരണം അവനെ സംരക്ഷിക്കാനുള്ള ഉപാധികൾ വേറെ ചിന്തിക്കണം. ഓക്കെ, നമ്മൾ ഒരാളെ മാത്രമാണ് അതിൻ്റെ ഉള്ളിൽ നിർത്തുന്നത് കഴിഞ്ഞാൽ, പക്ഷേ അതിൻ്റെ എന്താണ്? പലപ്പോഴും ആൾക്ക് എന്താണ്? എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവനെ സഹായിക്കാനും ആരുമില്ല. അപ്പോൾ എന്താണ്? ഐസൊലേഷനിൽ ലോൺ വർക്കിങ്ങിനുള്ള പ്രൊട്ടക്ഷൻ വേറെ നമ്മൾ ചിന്തിക്കേണ്ടി ഇരിക്കുന്നതാണ്. അടുത്ത മെത്തേഡാണ് സൈഡിലുള്ളത് എഞ്ചിനീയറിംഗ് കൺട്രോൾ. Engineering control involves redesigning a process to place a barrier between the person and the hazard or remove the hazard from the person. Okay, engineering control എന്ന് വെച്ചാൽ ഇൻവോൾവ് എന്താണ്? റീഡിസൈനിങ് എ പ്രോസസ്സ്. ഒരു മിഷനറി കാര്യങ്ങൾ പ്രവർത്തനത്തിലൊരു എന്താണ്? ചെറിയ ഡിസൈൻ വ്യത്യാസം വരുത്തുക, രൂപകൽപ്പന ചെയ്യുക. എന്താണ്? ടു പ്ലേസ് എ ബാരിയർ ബിറ്റ്വീൻ ദ പേഴ്സൺ ആൻഡ് ദ ഹസാർഡ്. ഹസാർഡും വർക്കിംഗ് പേഴ്സണും തമ്മിലുള്ള ഒരു കവചത്തിൽ അല്ലെങ്കിൽ ഒരു തടസ്സം അവിടെ സൃഷ്ടിക്കുക. ഹസാർഡ് ഒരിക്കലും ആ ഓപ്പറേറ്റ് ചെയ്യുന്ന വർക്കേഴ്സിനെ, വ്യക്തികളെ ബാധിക്കാതെ വിധത്തിൽ ഒരു തടസ്സം സൃഷ്ടിച്ച് വെക്കുന്നതിനെയാണ് എഞ്ചിനീയറിംഗ് കൺട്രോൾ എന്ന് പറയുന്നത്. ഒരു സിമ്പിളായിട്ട് ഓ റിമൂവ് ദ ഹസാർഡ് ഫ്രം ദ പേഴ്സൺ സച്ച് ആസ് മിഷനറി ഗാർഡിങ്. കാരണം എന്താണ്? അപകടം പിടിച്ച ഇതിനൊക്കെ എന്താണ്? മിഷനറിക്ക് ഡേഞ്ചറസ് പാർട്ട് ഓഫ് മിഷനറിയും തൊഴിലാളിയും ഒരിക്കലും കോണ്ടാക്ട് വരാത്ത രീതിയിൽ അതിനൊരു കവചം വെക്കുക. അതിനാണ് മിഷനറി ഗാർഡിങ്. ദെൻ പ്രോക്സിമിറ്റി ഗാർഡിങ് ഉണ്ട്, എക്സ്ട്രാക്ഷൻ സിസ്റ്റം ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊടിപടലങ്ങളൊക്കെ പ്ലാന്റിൽ അല്ലെങ്കിൽ തൊഴിലാളിലേക്ക് വരുന്നതിനും എന്തെങ്കിലും ആ പൊടി ഉണ്ടാക്കുന്നിടത്ത് നിന്ന് തന്നെ എടുത്തിട്ട് ദൂരെ കളയുക, അത് വർക്കിംഗ് പ്ലേസിൽ എത്താതെ. അതാണ് എക്സ്ട്രാക്ഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഓ റിമൂവിങ് ദ ഓപ്പറേറ്റർ ടു എ റിമോട്ട് ലൊക്കേഷൻ, അല്ലെങ്കിലോ ആ അപകടത്തിൽ നിർത്താതെ ഓപ്പറേറ്റർ വേറൊരു റിമോട്ട് പോയിന്റിൽ ഒരു നല്ല എൻക്ലോഷർ കമ്പാർട്ട്മെന്റിൽ വെച്ച് അവിടുന്ന് റിമോട്ടിൽ നിന്ന് ഈ ഹസാർഡസ് മെഷീനറിയെ ഓപ്പറേറ്റ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കാം. റിമോട്ട് ലൊക്കേഷൻ എവേ ഫ്രം ദ ഹസാർഡ്. അപ്പോൾ ഇങ്ങനെ ഇതൊരു സിമ്പിൾ എക്സാമ്പിൾസ് ആണ്. അനവധി രീതിയിൽ ഇതുണ്ട്. നോക്കിയോളൂ, ഹസാർഡ് പിന്നെ ഇതിൽ തന്നെ ഗാർഡിങ് തന്നെ അനവധി തരത്തിലുണ്ട്. ഫിക്സഡ് ഗാർഡിങ് എന്തുണ്ട്, റിമൂവബിൾ ഗാർഡിങ് ഉണ്ട്, പിന്നെ സെൽഫ് ഓപ്പറേറ്റിംഗ് ഗാർഡ് ഉണ്ട്.
കാരണം ഗാർഡുകൾ അനവധി രീതിയിൽ ഉണ്ട്. ഓക്കെ, ഉദാഹരണത്തിന് ചില പിന്നെ ഹെവി വോൾട്ടേജിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന എക്യുപ്മെന്റ് തുറന്നു കഴിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യുന്നു, അവരുടെ പവർ സപ്ലൈ കട്ടാവും. ഓക്കെ, അതെന്താണ്, ഒരു ഇന്റർലോക്ക് പൊസിഷൻ. അതിന്റെ അതിന് ഏതെങ്കിലും രീതിയിൽ അതിനെ കൂടുന്ന് തുറന്നു കഴിഞ്ഞാൽ ആ കൂട് തുറക്കുന്നതോടെ ഹെവി വോൾട്ടേജ്, ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് സിസ്റ്റത്തിൽ നിന്ന് കട്ടാവും. അതോടെ എന്തായി, ഈ ഹെവി വോൾട്ടേജ് ഒരിക്കലും ഷോക്ക് സൃഷ്ടിക്കാതെ ഐസൊലേറ്റ് ചെയ്യുന്നു. അതിന് ഒരു അതെന്നാ ഇന്റർലോക്ക് എന്ന് പറയും. ഓക്കെ, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങളുടെ ഫ്രിഡ്ജൊക്കെ തുറന്നു കഴിഞ്ഞാൽ ലൈറ്റ് കത്തുന്നു, ഫ്രിഡ്ജ് അടച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, ഓഫ് ആകുന്നു. അതുപോലെ ഒരു സ്വിച്ച് അമരുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും കാരണം കൊണ്ട് അത് തുറക്കുകയാണെങ്കിൽ വോൾട്ടേജ് കട്ടാവും, അടച്ചു കഴിഞ്ഞാൽ മാത്രമേ പിന്നെ അത് വോൾട്ടേജ് വരുന്നുള്ളൂ. അപ്പോൾ തന്നെ ഒരു സൊല്യൂഷൻ ഇങ്ങനെ ഇത് ശാസ്ത്ര തത്വങ്ങൾ ഉപയോഗിച്ച്, എഞ്ചിനീയറിംഗ് ടെക്നോളജി ഉപയോഗിച്ച്, അത് മെക്കാനിക്കൽ ആവാം, ഇലക്ട്രിക്കൽ ആവാം, ഇലക്ട്രോണിക് ആവാം, ഏതെങ്കിലും തത്വങ്ങൾ ഉപയോഗിച്ച് എന്ത് ചെയ്യുക, സുരക്ഷ ഉറപ്പുവരുത്തുന്ന രീതിയാണ് എഞ്ചിനീയറിംഗ് കൺട്രോൾ എന്ന് പറയുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ. ഓക്കെ, മാനേജ്മെന്റ് രീതി ഉപയോഗിച്ച് അഡ്മിനിസ്ട്രേറ്റീവ് എന്താ ഗവേൺ ചെയ്യുക. ആ ജോലി സ്ഥലത്തുള്ള പ്രവർത്തിക്കുന്ന തൊഴിലാളികളെ മറ്റും എന്ത് ചെയ്യാണ്, നമ്മൾ കൃത്യമായ ഒബ്സർവേഷനിൽ കൂടെ അവരെ ഗവേൺ ചെയ്ത് അവർ ശരിയായ രീതിയിൽ തന്നെയാണ്, അവർ ശരിയായ PP ഉപയോഗിക്കുന്നത്, ശരിയായ പ്രൊസീജിയറാണ് ഉപയോഗിക്കുന്നത്, ആരും ഇൻഡിസിപ്ലിനായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളത് എന്താണ്, അവിടെ അഡ്മിനിസ്ട്രേഷൻ ഗവേണിംഗ് ആണ്. നമ്മൾ ഗവേണിംഗ് പ്രോസസ്സിനാണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കർശന നിയന്ത്രണ ഉപാധികളോടെ അപകടത്തെ ഒഴിവാക്കുക, അല്ലെങ്കിൽ അപകടം വരാതെ നോക്കുന്നതിനാണ് അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ എന്ന് പറയുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾസ് ഇൻക്ലൂഡ് അഡോപ്റ്റിംഗ് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് ഓർ സേഫ് വർക്ക് പ്രാക്ടീസസ് ഓർ പ്രൊവൈഡിംഗ് അപ്രോപ്രിയേറ്റ് ട്രെയിനിങ്, instruction or information to reduce the potential of harm and adverse health effect to a person. Isolation, permit to work procedures are examples of administrative controls. അപ്പോൾ ഇതിൽ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോളിൽ നോക്കിയോളൂ, ഏതെങ്കിലും ഒരു തൊഴിലാളികളെ എടുത്തു കഴിഞ്ഞാൽ അവന് ട്രെയിനിങ് കൊടുത്തതിന് ശേഷം മാത്രമേ, എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് സ്വന്തമായിട്ട് അതിൽ പ്രവർത്തിക്കാത്ത ആത്മധൈര്യം കൊടുത്തതിന് ശേഷം മാത്രമേ അവനെ എന്ത് ചെയ്യാവൂ, ജോലിക്കിടാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ ജോലിക്ക് കയറുന്നതിൻ്റെ മുമ്പ് ഡെയിലി അവൻ എന്ത് ചെയ്യണം, നീ ഉപയോഗിക്കുന്ന ഇൻസ്ട്രക്ഷൻ പിന്നെ എക്യുപ്മെൻറ്റ് ഇതാണ്, ഇന്ന സ്ഥലത്താണ് ജോലി ചെയ്യുന്നത്, ഈ സ്ഥലത്ത് ഇന്നെല്ലാം പ്രശ്നമുണ്ട്, ഈ എക്യുപ്മെൻറ്റ് ഇവിടെ എന്താണ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, എന്താണ് ജോലി തുടങ്ങുന്നതിൻ്റെ മുമ്പേ എന്താ ടൂൾ ബോക്സ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുക, അല്ലെങ്കിൽ ടൂൾ ബോക്സ് സ്റ്റോക്ക് കണ്ടക്ട് ചെയ്യുക, ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക. അതേപോലെ തന്നെ ഒരു ഉപകരണം ഉപയോഗിക്കുകയാണെങ്കിൽ ആ കമ്പനിയുടെ ഓപ്പറേറ്റേഴ്സ് ഇൻസ്ട്രക്ഷൻ വായിച്ചതിന് ശേഷം മാത്രമേ ഉള്ളൂ. അതും അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോളാണ്. ഓക്കെ, അതൊക്കെ റെഡ്യൂസ് പൊട്ടൻഷ്യൽ ഹാം എന്തിനു വേണ്ടിയിട്ടാണ്, അവിടെ സൃഷ്ടിക്കാവുന്ന ഹസാർഡിൻ്റെ ശക്തി കുറയ്ക്കുക, അതിനെ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരിക. ആൻഡ് പിന്നെന്താ, അതേപോലെ തന്നെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാതെ, അതാണ് അഡ്വേഴ്സ് എഫക്ട് ടു പേഴ്സൺ. ഐസൊലേഷൻ, പെർമിറ്റ് ടു വർക്ക് പ്രൊസീജിയേഴ്സ് ആർ എക്സാമ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ. പിന്നെ വർക്ക് പെർമിറ്റ് സിസ്റ്റം നിങ്ങൾക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്, ഹോട്ട് വർക്ക് പെർമിറ്റ് വന്ന് പഠിച്ചിട്ടുണ്ട്, കോൾഡ് വർക്ക് പെർമിറ്റ് ഉണ്ട്, ഇങ്ങനെ അനവധി രീതിയിൽ ഇതൊക്കെ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സുരക്ഷ ഉറപ്പാക്കിയ ദിവസം. സുരക്ഷാ സംവിധാനങ്ങൾ അവിടെ ഉണ്ട്, പക്ഷെ എന്താണ്, അതിനെ നമ്മൾ വീണ്ടും എന്താണ് പെർഫെക്റ്റ്ലി ഒരു ചെക്ക് ഓഫ് ലിസ്റ്റ് കാര്യങ്ങൾ വെച്ചിട്ട് എല്ലാം നമ്മളൊന്നും മറന്നുപോയിട്ടില്ല, എല്ലാം ഇൻ പ്ലേസ് ആണ്, എല്ലാ കാര്യങ്ങളും കറക്റ്റ് ഓടുന്നുണ്ട് എന്ന് എൻഷുർ ചെയ്തതിന് ശേഷം വർക്കിനെ ചെയ്യാൻ അനുവദിക്കുക. അതേപോലെ തന്നെ പ്രോപ്പർ സൂപ്പർവൈസേഴ്സ് കാര്യങ്ങൾ കൊണ്ടുനടക്കുക. ഓക്കെ, അതേപോലെ തന്നെ അവർക്ക് വേണ്ട വെൽഫെയർ ആക്ടിവിറ്റീസ്, അളന്ന് കുറേ വർക്ക് ചെയ്യുമ്പോൾ ക്ഷീണം തോന്നിപ്പിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അവരെ എനർജി അഗ്യുമെൻ്റ് ചെയ്യണം, അതിനു വേണ്ടിയുള്ള സോഫ്റ്റ് ഡ്രിങ്ക്, എനർജി ഡ്രിങ്ക്സ് കാര്യങ്ങൾ ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുക. ഇതൊക്കെ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾസിൽ വരുന്നതാണ്. അടുത്ത സ്ലൈഡിൽ കാണിക്കുന്നത് ലാസ്റ്റ് മെത്തേഡാണ്, കൺട്രോൾ മെഷറാണ്. ലാസ്റ്റ് കൺട്രോൾ മെഷേഴ്സാണ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ് എന്നാണ് പറയുക. അതിൽ MENT വന്നിട്ടില്ല, അത് എന്തൊരു എക്യുപ്മെൻ്റ് എന്ന് വായിക്കണം, എക്യുപ്മെൻ്റ് എന്ന് വായിക്കരുത്, എക്യുപ്മെൻ്റ് ആണ്.
ഓക്കെ, ഇതിവിടെ വെച്ചുന്ന പേഴ്സണൽ പ്രൊട്ടക്ഷനാണ്, വ്യക്തിഗത സുരക്ഷയാണ്. ഓരോ വ്യക്തികൾക്കും, തൊഴിൽ ചെയ്യുന്ന ഓരോ വ്യക്തികൾക്കും അവൻ്റെ ഏതാണ് ബോഡി, ഹ്യൂമൻ ബോഡിയെ പ്രൊട്ടക്റ്റ് ചെയ്യാണ് ആ ശരീരത്തിൻ്റെ മുകളിൽ ചില കവചങ്ങൾ ഏർപ്പാട് ചെയ്യുക. അതിനെയാണ് PPE, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് എന്ന് പറയുന്നത്. അത് ക്ലോസിംഗ് ആയിട്ടുണ്ട്, ഡിവൈസസ് ആയിട്ടുണ്ട്, അനവധി രീതിയിൽ ഉണ്ട്. PPE നിങ്ങളെ വലിയൊരു സബ്ജക്റ്റ് ആയിട്ട് പഠിപ്പിച്ചാണ്. മുകളിൽ തലമുട്ട് താഴെ കാലിൻ്റെ അടി അല്ല ഇതുവരെയുള്ള സംരക്ഷണവും കാര്യങ്ങളും ഉപാധികളൊക്കെ പഠിപ്പിച്ചാണ്. അപ്പം എവിടെ എങ്ങനെ എപ്പം ഉപയോഗിക്കണം എന്നുള്ള രീതിയിൽ ഇതും അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു പാർട്ടാണ്. ഓക്കെ, കാരണം വേണ്ടതായ PPE സെലക്ട് ചെയ്ത് അവർക്ക് കൊടുത്ത് അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് അവർ ഉപയോഗിക്കുന്നു എന്നുള്ളത് എൻഷുർ. കൊടുത്തു കഴിഞ്ഞാൽ മാത്രം പോരാ, അതിന് എന്താണ് അത് പെർഫെക്റ്റ് ഓർഡറിൽ തന്നെ തൊഴിലാളികളെ കയ്യിലുണ്ട്, അത് ഉപയോഗിക്കുന്നുണ്ട്. അവർ പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും, സഹായകരമാണെന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രമേ ഇത് ജോലി ചെയ്യാൻ പാടുള്ളൂ. PPE, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്, ഇൻക്ലൂഡ് ഗ്ലൗസ്, ഗ്ലാസസ്, ഇയർ മഫ്, അപ്രോൺ, സേഫ്റ്റി footwear, dust mask, which are designed to reduce exposure to hazard. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോസിംഗ് ആയിട്ടുള്ളതോ അതേപോലെ തന്നെ ഡിവൈസസ് ആയിട്ടുള്ള സംരക്ഷണ ഉപാധികൾ, ഏത് ഹാംഫുൾ ആയിട്ടുള്ള മെറ്റീരിയൽസിന്റെ സബ്സ്റ്റൻസ് എനർജിയുടെ എക്സ്പോസർ, ശരീരമായിട്ടുള്ള ബന്ധം ഇല്ലാതെ ആക്കുക. അതേപോലെ എന്താണ് അതിന്റെ എക്സ്പോസർ റെഡ്യൂസ് ചെയ്യുക. PPE is usually seen as the last line of defense. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യു ഹാവ് ടു മാർക്ക് ഇറ്റ് വെരി വെൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഏറ്റവും ലാസ്റ്റിലെ മെഷറാണ്. ഒരു കാരണവശാലും ഇത് എന്താണ് ആദ്യത്തെ പ്രിഫറൻസ് ആയിട്ട് എടുക്കരുത്. ആദ്യം പറഞ്ഞ ലെവലിൽ നിന്ന് 1 by 1 വന്നിട്ട് ഓക്കെ നിങ്ങളോട് കാണിച്ചിട്ടുണ്ട് ഏരോ അങ്ങോട്ടും ഇങ്ങോട്ടും. ഓക്കെ, അപ്പം ഈ ഇതിൽ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എന്ന് വെച്ചാൽ ലാസ്റ്റ് ലൈൻ ഓഫ് ഡിഫെൻസ് ആണ്. ആൻഡ് ഈസ് യൂഷ്വലി യൂസ്ഡ് ഇൻ കൺജക്ഷൻ വിത്ത് one or more of the other control measures. മറ്റുള്ള കൺട്രോൾ മെഷേഴ്സ് നേരത്തെ പറഞ്ഞ് ഇത് എലിമിനേഷൻ, സബ്സ്റ്റിറ്റ്യൂട്ട് അങ്ങനെ താഴോട്ട് വരുന്ന അതിൻ്റെ അസോസിയേറ്റഡ് ആയിട്ട് മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ. An example of weakness of this control measure is that it is widely recognized that single-use dust mask cannot consistently achieve and maintain an effective face piece to face shield. Okay, ഇതിൽ നോക്കിക്കോളൂ, പല PPEക്കും ചില ലിമിറ്റേഷൻസ് ഉണ്ട്, പോരായ്മകളുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നിങ്ങളെ ഫേസ് മാസ്ക് ഒരിക്കലും ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനെന്താണ് ഇത്ര പീരീഡ് കഴിഞ്ഞാൽ അതെന്താണ് കണ്ടാമിനേറ്റ് ആവും. പിന്നെ വീണ്ടും റീയൂസ് ചെയ്ത് കഴിഞ്ഞാൽ വിപരീത ഫലമായിട്ട് തരാം. ഇപ്പം ഞാൻ പറഞ്ഞു ആദ്യമേ തുടക്കത്തിലേ പറഞ്ഞു മെയിൻ്റനൻസ് കാര്യങ്ങൾ അത് പെർഫെക്റ്റ് ഫിറ്റ് കണ്ടീഷനിലാണെന്ന് എൻഷുർ ചെയ്ത് ആൻഡ് കനോട്ട് ബി അഡിക്വേറ്റ്ലി ഫിറ്റ് ടെസ്റ്റഡ് ആൻഡ് ഡു നോട്ട് ഓഫർ മച്ച്. ഓക്കെ, അപ്പോൾ എന്താണ് ചില ഇത് എന്താണ് ഉപയോഗിക്കുന്നതിൻ്റെ കംപ്ലീറ്റ് ഫിറ്റ് ടെസ്റ്റ് ചെയ്ത് എൻഷുർ ചെയ്യാൻ പറ്റാത്തതുണ്ട്. അപ്പം ഇവിടെ ലിമിറ്റേഷൻസ് ഉണ്ട്, അതിനനുസരിച്ച് ചിന്തിച്ചിട്ട് മാത്രമേ നിങ്ങൾ വർക്ക് ചെയ്യാൻ പാടുള്ളൂ. ഇഫ് എനി റിയൽ പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് സ്മോൾ പാർട്ടിക്കിൾ ആൻഡ് മേ ലീഡ് ടു ഫാൾസ് സെൻസ് ഓഫ് സെക്യൂരിറ്റി ആൻഡ് ഇൻക്രീസ് റിസ്ക്. പലപ്പോഴും എന്താണ് അത് വേണ്ട രീതിയിൽ സാവകാശത്തോടെ പ്രൊട്ടക്ഷൻ തന്നില്ലെങ്കിൽ അതെന്ത് ചെയ്യുന്നു, തിരിച്ച് റിസ്ക് സൃഷ്ടിക്കുകയാണ് ചെയ്യുക. ഇൻ സച്ച് ഇൻസ്റ്റൻസ് ആൻ എക്സ്ട്രാക്ഷൻ സിസ്റ്റം with fitted respirators may be preferable where the hazard may have effect. Okay. System with fitted respirator may be preferable where the hazard may have significant health effect with low levels of exposure, such as using isocyanate containing chemicals. അപ്പോൾ എന്ത് ചെയ്യുന്ന പലപ്പോഴും ഇതിൽ മാത്രം ഉറച്ചു നിൽക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യാം, ഒരു ഫ്രണ്ട് ലൈൻ പ്രൊട്ടക്ഷന് ശേഷം മാത്രമേ PPE ഉപയോഗിക്കാൻ പാടുള്ളൂ. കാരണം എന്താണ്, പല PPEക്കും ലിമിറ്റേഷൻസ് ഉണ്ട്. ഈ ലിമിറ്റേഷൻസ് വേണ്ട രീതിയിൽ എന്ത് ചെയ്യുന്നു, പ്രൊട്ടക്ഷൻസ് പ്രൊവൈഡ് ചെയ്യാത്ത ഒരു അവസ്ഥ വരുന്നുണ്ട്. അപ്പം പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ് ഉപയോഗിക്കുമ്പം എപ്പോഴും മുന്നിലുള്ള
സിസ്റ്റം ഉപയോഗിച്ചിട്ട് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, പ്രൊട്ടക്ഷൻ എൻഷുർ ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ PPE മാത്രം വിശ്വസിച്ച് ഒരു കാരണവശാലും ഹസാർഡ് കൺട്രോൾ തീരുമാനിക്കാൻ പാടില്ല. ആദ്യം പറഞ്ഞ് 5 മെത്തേഡുകൾ നിങ്ങൾക്ക് സ്വീകാര്യമായിരിക്കണം. അടുത്ത സ്ലൈഡ് നോക്കൂ. റിസ്ക് കൺട്രോളിൻ്റെ ഒരു ഗ്രാഫിക് പ്രസൻറ്റേഷൻ ആണ്. ലീസ്റ്റ് കൺട്രോള്, മോസ്റ്റ് എഫക്റ്റീവ്, ഇങ്ങനെ. ഓക്കെ, നോക്കിക്കോളൂ. ലാസ്റ്റ് മുകളിൽ എത്തുമ്പോഴാണ് പോയിന്റ് ചെറുതായി വരികയാണ്. അപ്പോൾ നോക്കിക്കോളൂ, മോസ്റ്റ് എഫക്റ്റീവ് താഴെ ആ ട്രയാങ്കിളിൻ്റെ ഏറ്റവും ബേസിലുള്ളതാണ് മോസ്റ്റ് എഫക്റ്റീവ് മെത്തേഡായിട്ട് വരുന്നത്. നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു തന്നതിൽ ആരോയിൽ നിങ്ങൾക്ക് എത്ര മനസ്സിലായിട്ടുണ്ടാവില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ സ്ലൈഡ് ഇട്ടത്. ഇതിൽ നോക്കിക്കോളൂ, ഏറ്റവും താഴെയുള്ളത് മോസ്റ്റ് എഫക്റ്റീവ്. അത് കഴിഞ്ഞാൽ മുകളിലെത്തുമ്പോൾ എന്താണ്, ട്രയാങ്കിളിൻ്റെ പോയിന്റിൽ വളരെ ഏരിയ കുറഞ്ഞു വരുന്നു. അപ്പോൾ ഏരിയ കൂടുതലുള്ളതാണ്. ഓക്കെ, ആദ്യത്തെ ഏറ്റവും മോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് വരുന്നത് എലിമിനേഷൻ അല്ലെങ്കിൽ അവോയ്ഡൻസ് എന്നും പറയും. രണ്ടാമത്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ, അതിൻ്റെ കളർ നോക്കിക്കോളൂ. ദെൻ അടുത്തത് കൺട്രോൾ അറ്റ് സോഴ്സ്. ഹസാർഡിനെ പ്ലാന്റിലേക്ക് വരാതെ എവിടുന്ന് ഉൽപ്പാദിപ്പിക്കുന്നു അവിടുന്ന് തന്നെ എടുത്ത് കളയുക. ഏതാണ്, ലോക്കൽ എക്സോസ് സിസ്റ്റം കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, അത് ഉപയോഗിച്ച് ചെയ്യുക. ദെൻ സെപ്പറേറ്റ് ആയിട്ട് ആ ഹസാർഡസ് പ്രോസസ്സിനെ സെപ്പറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഐസൊലേറ്റ് ചെയ്യുക. ഓക്കെ, അതാണ് ഇതിൽ വരുന്നത്. പിന്നെയോ സേഫ് വർക്കിംഗ് പ്രൊസീജിയർ, ഹോട്ട് വർക്ക് പെർമിറ്റ്, പിന്നെ കൺഫൈൻഡ് സ്പേസ് വർക്കിംഗ്, ഇങ്ങനെയുള്ള അനവധി കാരണങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പം സേഫായിട്ട് വർക്ക് ചെയ്യാനുള്ള പ്രൊസീജിയർ സിസ്റ്റം ഉപയോഗിച്ച് നമ്മൾ ആ വർക്കിനെ കണ്ടക്ട് ചെയ്യുക. പിന്നെയോ ഈ വർക്കിന് ട്രെയിനിങ്ങും ഇൻസ്ട്രക്ഷനും സൂപ്പർവിഷനും നിർബന്ധമായിരിക്കണം. തൊഴിലാളികൾ ട്രെയിൻഡ് ആയിരിക്കണം. പിന്നെയോ ജോലി ചെയ്യുന്നതിൻ്റെ പ്രോപ്പർ ഇൻസ്ട്രക്ഷൻ കൊടുത്തിരിക്കണം. ദെൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പം എപ്പോഴും ഏതാണ്, ഓൾ ദ ടൈം തുടങ്ങിയിട്ട് തീരുന്നവരെ പെർഫെക്റ്റ് സൂപ്പർവിഷൻ അവിടെ പോസിബിൾ ഉണ്ടായിരിക്കണം. ദെൻ പേഴ്സണൽ പ്രൊട്ടക്ഷൻ ഉണ്ടായിരിക്കണം. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ PPE, പേഴ്സണൽ പ്രൊട്ടക്ഷൻ. ലാസ്റ്റ് വരുന്ന PPE എന്താണെന്ന് വെച്ചാൽ ഓരോ വ്യക്തികളെയും ഓക്കെ വ്യക്തിഗതമായിട്ടുള്ള സംരക്ഷണം അവിടെ ഉറപ്പാക്കണം. ഓക്കെ, അതർ കൺസിഡറേഷൻ ഏതാണ്, എമർജൻസി പ്രൊസീജിയറാണ് അവിടെ വരുന്നത്. ഇനിയോ ഏതെങ്കിലും രീതിയിൽ ഈ വർക്ക് സമയത്ത് ഒരു എമർജൻസി ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ നേരിടാനുള്ള പ്രൊസീജിയറും സംവിധാനങ്ങളും ഇവിടെ ഉണ്ടാകും. അതിന് പറയുന്നത് EAP എന്നാണ്. ഓക്കെ, എന്താണ്, എമർജൻസി ആക്ഷൻ പ്രൊസീജിയേഴ്സ്. എമർജൻസി സംഭവിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം നടപടിക്കണം എന്നുള്ള ആ പ്രൊസീജിയർ അതും അവിടെ ഉണ്ടായിരിക്കണം. അപ്പം ഇത്രയാണ് റിസ്ക് കൺട്രോളിൻ്റെ. അല്ല, താഴെ എഴുതുന്നുണ്ട്, ഫോർ എനി റിസ്ക് ഐഡന്റിഫൈ കൺട്രോൾ മെഷേഴ്സ് ഷുഡ് ബി പുട്ട് ഇൻ പ്ലേസ് ടു മിറ്റിഗേറ്റ് ദ റിസ്ക്. അതിൽ ഹറാച്ചി ഓഫ് കൺട്രോൾ ആണ്. ഹറാച്ചി ഓഫ് കൺട്രോളിൽ കൃത്യം ഓരോന്നിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ് ഈ മെത്തേഡ്, റിസ്ക് കൺട്രോൾ മെത്തേഡ്. ഓക്കെ, അപ്പം ഈ സ്ലൈഡിൻ്റെ ആദ്യത്തെ സ്ലൈഡ് ഇട്ടാലും കുറച്ചൊരു സമയത്തേക്ക് ഒരു എന്താണ് വോയിസ് ക്ലിപ്പിങ്ങിൽ പ്രോബ്ലം ഉണ്ടെന്ന് എനിക്ക് സംശയമുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് റെഡി ആയിട്ടുണ്ട്. ഓക്കെ.